അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ എറണാകുളത്തെ പുതിയ ഫോറം മാളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് വെക്കേഷനൊക്കെയാണ് പിള്ളേർക്ക്. അപ്പോൾ പിള്ളേർക്ക് ഒരു ഔട്ടിങ്, അപ്പോൾ നമുക്ക് വളരെ ചിലവ് ചുരുക്കി എവിടെ ഔട്ടിങ്ങിന് പിള്ളേരെ കൊണ്ടുപോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് എറണാകുളം നമ്മളൊരു ഔട്ടിങ്ങിന് പോകാനായി തിരഞ്ഞെടുത്തത്. എറണാകുളത്തേക്ക് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ട്രെയിന് പോകാം. ട്രെയിനിലാകെ 10 രൂപ ചിലവുള്ളൂ. അത് എറണാകുളത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബസ് സർവീസ് ഒരു എല്ലായിടത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. നമുക്ക് ബസ് സർവീസ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ലുലു മാള്, മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി, സുഭാഷ് പാർക്ക്, നമ്മുടെ വലിയ മാർക്കറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ പോവാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ഫോറം മാളിലേക്ക് വന്നേക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങളും രാവിലെ യാത്ര തിരിച്ചു. ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. 10 രൂപ മാത്രമാണ് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാനുള്ള ടിക്കറ്റിൻ്റെ റേറ്റ്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ട്രെയിനിൽ, എന്നാലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പിള്ളേരൊക്കെ ഹാപ്പിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എറണാകുളം ടൗണിലെത്തി കുറേ ട്രെയിനുകളും കുറേ ട്രാക്കുകളൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാവധാനം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ്റെ അരികത്ത് വന്നു. അപ്പോൾ എല്ലാവർക്കും ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു താല്പര്യം. അങ്ങനെ ഞങ്ങൾ ബസ് പിടിച്ചു, അരൂർ ബസ് പിടിച്ചു. ബസ് പിടിച്ച് വൈറ്റില വഴി, ഇതിപ്പോൾ ഞങ്ങൾ വൈറ്റില സ്റ്റാൻഡിലാണ് ഉള്ളത്. വൈറ്റില സ്റ്റാൻഡിൻ്റെ സൈഡിൽ വാട്ടർ മെട്രോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാഴ്ച കണ്ടു. അതിനുശേഷം ബൈ റോഡ് ബസ്സിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് ഓരോ കാഴ്ചകൾ, ഇതിപ്പോൾ വൈറ്റില മെട്രോ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബൈപ്പാസിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ സിറ്റിയുടെ ഒരു സൗന്ദര്യം, കുറേ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ, അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അത് പിള്ളേരിങ്ങനെ നോക്കിയിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് മതി വൈറ്റിലേന്ന് നമ്മൾ ഫോറം മാളിലെത്തി. ഫോറം മാളിൽ ഹൈവേയുടെ ഇപ്പുറത്താണ് നമുക്ക് ബസ് നിർത്താം. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. അങ്ങനെ ഫോറം മാളിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറം മാള്. ഇതിപ്പോൾ ഏകദേശം 1-2 വർഷം ആവണുള്ളൂ ഈ ഫോറം മാള് വന്നിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബാഗ്, ലഗേജൊക്കെ ഇവിടെ ഒരു സ്കാനിങ് ഉണ്ട്. ആ സ്കാനിങ്ങിൽ ഇടണം. നമുക്ക് ബോഡി സ്കാനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗൾഫിലും ഇപ്പോൾ നമ്മൾ ലുലു വന്നപ്പോഴേക്കും ഇപ്പോൾ എല്ലാവർക്കും പരിചയമായി. അപ്പോൾ ലുലുവിൻ്റെയൊക്കെ സെയിം ഒരു മോഡലാണ് ഈ ഫോറം മാള്. ലുലുവിൻ്റെ അത്ര വലിപ്പവും കാര്യങ്ങളില്ലെങ്കിലും ഒരു പുതിയൊരു കാഴ്ചയാണ്. അതൊരു ലുലുവിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതൊരു രൂപകൽപ്പന ചെയ്തേക്കണേ. അപ്പോൾ അതിൽ എക്സ്കവേറ്ററിലും ഇതിലൊക്കെ കയറാം. ഇതിൽ കുറേ ഷോപ്പിംഗ് മാളുകളുണ്ട്, പിള്ളേർ കളിക്കാനുള്ളതുണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട്. ഫുഡ് കോർട്ടിലൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൈസയാവും. അപ്പോൾ ലുലുവിന്ന് ഭക്ഷണം മേടിച്ചിട്ട് വേണമെങ്കിൽ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും ഒരു പ്രാവശ്യമൊക്കെ പിള്ളേർ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ ലുലുവിൻ്റെ ഒരു മാളുണ്ട്. അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ മാളിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാണ്. എങ്ങനെയുണ്ട് അതിൻ്റെ ഇവിടുത്തെ ലുലു മാളും. ഞാനും ഫസ്റ്റ് പോകേണ്ടതാണ്, ഫാമിലി ഫസ്റ്റ് പോകേണ്ടതാണ്. അപ്പോൾ കുറച്ച് നേരം ലുലുവിൻ്റെ മാളിൻ്റെ ഉള്ളിലൊക്കെ കയറിയിറങ്ങി നടന്നു. അപ്പോൾ അവിടെ വിഷുവിൻ്റെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അവിടെ കുറേ ഓഫറുകളുണ്ട്. വിഷുവിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കുറേ സാരികൾ, അത് ഇത് അങ്ങനെ കുറേ ലുലുവിലുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം കറങ്ങി നടന്നു. ഇതൊക്കെ മൊത്തം ചോക്ലേറ്റുകളാണ്. ചോക്ലേറ്റിൻ്റെ തന്നെ ഒരു സൈഡ് ഫുൾ ചോക്ലേറ്റാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൽ ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലുലുവിന്ന് തിരിച്ച് ഞങ്ങൾ വേറെ സെക്കൻഡ് ഫ്ലോറിലേക്ക് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ വന്നു. സെക്കൻഡ് ഫ്ലോറിൽ കുറേ ഇതേപോലെ ബ്രാൻഡഡ് ഷോറൂമുകൾ കുറേ ഉണ്ട്. അവിടേക്കൊന്നും നമുക്ക് കയറേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് മുതലിക്കുന്ന ഒരു കോസ്റ്റല്ല അവിടുത്തെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ. എന്നാൽ നമുക്ക് കാണാം, വേണമെങ്കിൽ പോയി വിലയൊക്കെ നോക്കാം. അപ്പോൾ ഇത്ര വിലയുള്ള ഷർട്ടുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4000-ൻ്റെ 5000-ൻ്റെ 10,000-ൻ്റെ ഒക്കെ ഷർട്ടുകളും പാൻറ്റുകളും ഉടുപ്പുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് തിരിച്ചു പോരാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കാഴ്ചകൾ കണ്ട് നടക്കാം. അതുമാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സാധാരണക്കാർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു മോഡലിലാണ് അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറാൻ ഒരു സൈഡിൽ കൂടെ എക്സ്കവേറ്റർ, അപ്പുറത്തെ സൈഡിൽ കൂടെ താഴത്തേക്ക് എക്സ്കവേറ്റർ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ആൾക്കാർക്ക് ഇങ്ങനെ
ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഫസ്റ്റൊക്കെ പോകണവർ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കാവുന്ന അത്ര കാണാൻ അത്ര ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം ഒരു ഇതുണ്ട്, അവിടെ ₹1 ഇട്ട് കളിക്കാനുള്ളതുണ്ട്, കാർഡ് ഇട്ട് കളിക്കാനുള്ളതുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ നമ്മൾ സാധാരണ KFC, മാക്ഡൊണാൾഡ്സ്, ചിക്കിങ് അങ്ങനെ കുറേ ഫുഡ് കോർട്ടുകളുണ്ട്. അത്യാവശ്യം പൈസയുണ്ട്. അപ്പോൾ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുലുവിൻ്റെ മാളിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് പാഴ്സൽ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയതുകൊണ്ട് നമ്മൊരു KFC ചെറിയൊരു പാക്കേജ് ഉണ്ടായിരുന്നു. അതിനൊരു KFC ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ആ KFC ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ₹499 12 പീസ് അങ്ങനെ ഒരു ഓഫർ ഉണ്ടായതാണ്. അങ്ങനെ ഒരു KFC മേടിച്ചു. ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഉള്ളത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. ആ പിള്ളേർക്ക് സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളുടെ വിശപ്പും മാറി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് പിള്ളേർ കളിക്കണ ഏരിയയിലേക്ക് പോയി. മറൈൻ ഡ്രൈവിലെയും പാർക്കിലെയും നമ്മുടെ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, GB കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യും. ഓക്കെ, ബൈ.